ഹിയട ഹിയ. ഹായ്. എന്തു രസം ഇങ്ങനെ പറക്കാൻ. ഹോ. അപ്പോഴേക്കും ദേ തുടങ്ങി പിടിച്ചുവലിക്കാൻ. ആദ്യമായി പറക്കുകയാണ് പട്ടൂസ്. ഈ പിടിവലി അവനൊട്ടും പിടിക്കുന്നില്ല. അതിന്റെ നീരസം അവന്റെ മനസ്സിൽ പതഞ്ഞുപൊങ്ങി. നന്നായിട്ടൊന്നു പറക്കാനും സമ്മതിക്കില്ലേ? കഷ്ടം തന്നെ. അവൻ താഴേക്കു നോക്കി. അതാ ദൂരെ അങ്ങുതാഴെ ഒരു പൊട്ടുപോലെ. പട്ടൂസ് സൂക്ഷിച്ചു നോക്കി. ദേ ആബിദക്കുട്ടി. ഹോ. ഇവളുടെ ഒരു കാര്യം. ആബിദ. അവളാണ് പപ്പൂസിനെ ഉണ്ടാക്കിയത്. കത്രികയെടുത്ത് വർണ്ണക്കടലാസുകൾ മുറിക്കുമ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു. പട്ടൂസേ, ഇത്താത്തയുടെ മുത്തല്ലേ, കരയല്ലേ. ഒട്ടും വേദനിപ്പിക്കില്ല. പച്ചീർക്കിൽ വളച്ചു ഒട്ടിക്കുമ്പോഴും അവൾ പറഞ്ഞു കരയല്ലേ. പശതേച്ച് ചിറകുകൾ ഒട്ടിച്ചു ചേർക്കുമ്പോൾ അവനു വല്ലാതെ ഇക്കിളിയായി. അവൻ കുതറിക്കുടഞ്ഞ് ചിരിച്ചുപോയി. പട്ടൂസേ, വല്ലാതെ മുകളിലേക്കൊന്നും പോകല്ലേ. കാറ്റടിച്ച് ജലദോഷം പിടിക്കും. രാത്രിയാവുമ്പോൾ വേഗം താഴേക്കു വരണേ. അവൾ പപ്പൂസിനെ സാവധാനം പറത്തിത്തുടങ്ങി. ആകാശത്തെത്തിയപ്പോൾ കഥയാകെ മാറി. മാനത്തിനുണ്ടോ വല്ല അതിരും വരമ്പും നീണ്ടുപറന്നങ്ങനെ കിടക്കുകയല്ലേ. പറന്നുരസിച്ചും കളിച്ചു ചിരിച്ചും നേരം പോയത് അവനറിഞ്ഞതേയില്ല. കളിയുടെ ഹരത്തിൽ താഴത്തുള്ള ആബിദക്കുട്ടിയുടെ കാര്യം തന്നെ അവൻ മറന്നിട്ടുണ്ട്. പരുന്തിനെ തോൽപ്പിക്കാനുള്ള പന്തേപ്പറക്കലിന്റെ ആവേശത്തിലാണ് പട്ടൂസ്. നൂൽ ഫോണടിച്ചു. അതെടുത്ത് ചെവിയിൽ ചേർത്തു അവൻ. പരിഭ്രമം കലർന്ന സ്വരം. അങ്ങേത്തലയ്ക്കൽ ആബിദയാണ്. ഹലോ പട്ടൂസേ. കേൾക്കുന്നില്ലേ? ഹലോ. ഹലോ. കേൾക്കാം ഇത്താത്ത. പറക്കുന്നതിനിടയിൽ അവൻ വിളിച്ചു പറഞ്ഞു. നീതെവിടെയാ? ഇരുട്ടാവുന്നത് കാണുന്നില്ലേ? വേഗം താഴോട്ടു വാ. അവളുടെ ശബ്ദം ഇടറി. കുറച്ചുകൂടി കഴിയട്ടെ, ഞാൻ വരാം. എന്റെ നൂലിൽ പിടിച്ചിങ്ങനെ വലിക്കില്ലേ. ഒന്നു വിടൂ പ്ലീസ്, എന്റെ പുന്നാരത്താത്തയല്ലേ. അവൻ കെഞ്ചി. ഇല്ലില്ല, ഞാൻ പിടിവിട്ടാൽ നീയെങ്ങനെ താഴേക്കു വരും? അവിടെ എപ്പോഴും തേരാപ്പാരാ വീശിയടിക്കുന്ന വികൃതിക്കാറ്റാ. അതു നിന്നെ പറപറത്തി വല്ല കാട്ടിലോ മേട്ടിലോ കൊണ്ടുപോയിടും. അവൾ വിടുന്ന മട്ടില്ല. ഞാനെങ്ങും പോവില്ല. പാരിപ്പാരി തളരുമ്പോൾ ഉറപ്പായും തിരിച്ചുവരും. ഇത്ത ഒട്ടും പേടിക്കണ്ട. എന്നാലും നൂൽ മേലോട്ടിങ്ങനെ വലിക്കല്ലേ പട്ടൂസേ, ആപത്താണത്. നീയൊന്ന് ബേജാറാവാണ്ടിരിക്ക്. ഞാനൽപ്പം പാറിപ്പറന്നു കളിച്ചിട്ടു വരാം. പറക്കുന്നതിന്റെ ഉന്മാദത്തിലാണ് അവൻ. പട്ടൂസേ, പ്ലീസ്. ഇനിയും മോളിലോട്ടു പോകല്ലേ. ഇതിനിടയിൽ അത് സംഭവിച്ചു. ടഗ്. ആബിദക്കുട്ടിയുടെ നിലവിളിയിൽ ആ ശബ്ദം മുങ്ങിപ്പോയി. അയ്യോ പാവം. എന്റെ പപ്പൂസ്. അവനിനി എങ്ങനെ താഴെ വരാനാ? നൂല് പൊട്ടിയതോടെ പപ്പൂസ് എങ്ങോട്ടെന്നില്ലാതെ പറന്നുപൊങ്ങി. ഹായ്. നല്ല രസം. ഇപ്പോഴവൻ അമ്പിളിയെ കൈനീട്ടി തൊടാം. നക്ഷത്രങ്ങളോടൊപ്പം ഒളിച്ചുകളിക്കാം. അതിനിടയിൽ പപ്പൂസ് താഴേക്കൊന്നു നോക്കി. കൂരാക്കൂരിരുട്ട്. അവൻ പേടിച്ചു വിറച്ചു. ഹലോ ഇത്താ. ഹലോ. പപ്പൂസ് നൂൽ ഫോണെടുത്ത് വിളിച്ചു. ഈ റൂട്ടിലേക്കുള്ള എല്ലാ ലൈനുകളും ഇപ്പോൾ തകരാറിലാണ്. കുറച്ചു കഴിഞ്ഞ് വീണ്ടും ശ്രമിക്കൂ. അയ്യോ. ഇനിയെന്തു ചെയ്യും? അവൻ കരച്ചിലടക്കാനായില്ല. എന്തിനാ മോനെ കരയുന്നത്? അമ്പിളിമാമൻ ചേർത്തുപിടിച്ച് ചോദിച്ചു. എനിക്ക് ഇത്തയെ കാണണം.
എവിടെയാ അവളുടെ വീട്? അമ്പിളിമാമൻ അവന്റെ കണ്ണീർ തുടച്ചുകൊണ്ട് ചോദിച്ചു. എനിക്കറിയില്ല. തേങ്ങലിൽ അവന്റെ ശബ്ദം മുറിഞ്ഞുപോയിരുന്നു. അറിയില്ലേ? ഇനിയിപ്പോൾ എന്തു ചെയ്യാനാ? അമ്പിളിമാമൻ താടി ഒഴിഞ്ഞുകൊണ്ട് അല്പനേരം ചിന്തയിലാണ്ടു. പിന്നെ ഒരൊറ്റ ഫോൺ വിളിയാണ്. ഹലോ, മേടക്കാട്ടല്ലേ? ഒരു സഹായം വേണല്ലോ. എന്താ വേണ്ടത്? പറയൂ. മൂളിപ്പാട്ടു നിർത്തി മേടക്കാറ്റ് ചോദിച്ചു. ഈ പപ്പൂസിനെ ആബിദക്കുട്ടിയുടെ അടുത്തെത്തിക്കണം. വേഗം വേണം. അമ്പിളിമാമന്റെ സ്വരത്തിൽ വാത്സല്യം അലതല്ലുന്നുണ്ടായിരുന്നു. അതിന് എവിടെയാ ആബിദക്കുട്ടിയുടെ വീട്? ഷെടാ, ഇതാനിപ്പോ നന്നായത്. നീയല്ലേ എല്ലായിടത്തും മൂളിപ്പാട്ടും പാടി കേറിയിറങ്ങാറുള്ളത്? നിനക്കറിയില്ലേ അവളുടെ വീട്? ഒന്നോർത്തു നോക്ക്. എന്തോ പിടികിട്ടിയ പോലെ മേടക്കാറ്റ് പട്ടൂസിനെ വാരിയെടുത്തു അവനെ തോളത്തിരുത്തി. സാവകാശം. താഴോട്ട് പറന്നു പോയി. കുളിരേറ്റതുകൊണ്ടാവും പട്ടൂസിന് ആശ്വാസം തോന്നി. മേടക്കാറ്റിന്റെ കാതിൽ അവനൊരു സ്വകാര്യം ചോദിച്ചു. എനിക്കൊരു പാട്ടു പാടിത്തരാമോ? പിന്നെന്താ? മേടക്കാറ്റ് പതിയെ ഒരു പാട്ടുമൂളി. ഒരു മണ്ണിൽ ജനിച്ചു നാം, ഒരു മണ്ണ് പുതച്ചു നാം, ഒരു വെയിലുനോ നുണന്നു നാം, ഒരു ഗാനം മൂളി നാം, പല വേഷം പല ഭാഷ പല നാടുകളെന്നാലും ഒരു നൂലിലെ ചാഞ്ചാടും പല വർണ്ണപ്പട്ടങ്ങൾ. മധുരമൂറുന്ന പാട്ട്, മഞ്ഞിന്റെ നനവ്, കാറ്റിന്റെ കുളിര്. പട്ടൂസ് പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. മേടക്കാറ്റ് ആബിദക്കുട്ടിയുടെ വീട്ടിലെ ജനാലയിലൂടെ സാവധാനം അകത്തുകടന്നു. നീലവിരിപ്പിട്ട പായയിൽ ഉറങ്ങുന്ന അവളുടെ അടുത്ത് പപ്പൂസിനെ പതുക്കെ കിടത്തി. രണ്ടുപേരുടെയും കവിളിൽ ഉമ്മ കൊടുത്ത് മേടക്കാറ്റ് തിരികെ പറന്നു. പൂത്തുനിൽക്കുന്ന കൊന്നമരത്തിന്റെ മുകളിലൂടെ വർണ്ണപ്പട്ടങ്ങൾ പറക്കുന്നത് സ്വപ്നം കണ്ടു പട്ടൂസും ആബിദക്കുട്ടിയും. ഒരു നൂലിൽ ചാഞ്ചാടും പലവർണ്ണപ്പട്ടങ്ങൾ. ഹലോ, ആബിദക്കുട്ടിയും പട്ടൂസുമല്ലേ? ഒന്നുറക്കെ പാടൂ. ഞാനും കേൾക്കട്ടെ. അമ്പിളിമാമന്റെ ഫോൺ.